മൊമെന്റത്തിലുണ്ടാകുന്ന റിഡക്ഷൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കറസ്പോണ്ടിങ്ങിന് സോളിഡ് ബൗണ്ടറി ഷിഫ്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് മൊമെന്റം തിക്നെസ്. സിമിലർലി എനർജി റിഡക്ഷൻ എനർജിനെ കോമ്പൻസേറ്റ് കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എനർജി തിക്നെസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തീർത്തത്. ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് ഉണ്ട്, മാത്തമാറ്റിക്കലി ഉണ്ട് ഡെറിവേഷൻസ് ഉണ്ട്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഫോം ചെയ്യണം. അതിനൊരു ഡെറിവേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ നിങ്ങൾക്ക്? ഹലോ, ഓക്കെ. So initially നമുക്ക് expression for displacement thickness. Okay, displacement thickness ന്റെ ഇക്വേഷൻ എങ്ങനെയാ വരുന്നത്? So initially എന്താ ഞാൻ പറഞ്ഞു, ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ടുള്ള മാസ് ഫ്ലോ റേറ്റ് റിഡക്ഷൻ ഉണ്ടാവും. ആ റിഡക്ഷൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സോളിഡ് ബൗണ്ടറി ഷിഫ്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇനീഷ്യലി ഒരു പ്ലേറ്റ് കൊടുത്തു, എ ടു ബി എന്നുള്ള എക്സ് ഡിസ്റ്റൻസ് എടുത്തു. എ ബി എന്നുള്ള പോയിന്റ് നമ്മൾ സെക്ഷൻ എടുക്കുകയാണ്. എക്സ് ലീഡിങ് എഡ്ജിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലേക്ക് ഒരു സെക്ഷൻ എടുത്തു. ഓക്കെ, സോ ആടുന്ന് എന്ത് ചെയ്തു, അതിന്റെ വൈ ഡിസ്റ്റൻസ് ഒരു വൈ ഡിസ്റ്റൻസിന് എന്തെടുത്തു, ഒരു എലമെന്റൽ സ്ട്രിപ്പ് കാണിച്ചു. ഒരു എലമെന്റ് സ്ട്രിപ്പ് കാണിച്ചു. മനസ്സിലായല്ലോ? അത്രയും ഒരു സെക്ഷൻ 1 എടുത്തു, അതിൽ ഒരു എലമെന്റ് സ്ട്രിപ്പ് എടുത്തു. സ്ട്രിപ്പിന്റെ ലെങ്ത് തിക്നെസ് എന്ന് പറയുന്നത് dy ആണ്. അതുപോലെ ഈ ഡെറിവേഷൻ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ പ്ലേറ്റിന്റെ വിഡ്ത് എന്ന് പറയുന്നത് സ്മോൾ ബി ആണ്. ഓക്കെ, പ്ലേറ്റിന്റെ വിഡ്ത് എന്ന് പറയുന്നത് സ്മോൾ ബി ആണ്. ഓക്കെ, ഇത്രയും പാരാമീറ്റേഴ്സ് എന്ന് ഓർത്ത് വെച്ചാൽ ബാക്കി പറയുന്നത് ശ്രദ്ധിക്കുക. So initially consider a flow of fluid. Okay, consider a flow of fluid having free stream velocity equal to u over a thin smooth plate. നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെയാണ്. അതിന്റെ ഡിസ്റ്റൻസ് x from the leading edge. ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു, 1 എന്ന സെക്ഷൻ കൺസിഡർ ചെയ്തു. Then velocity of fluid at b equal to 0. അതായത് സോളിഡ് ബൗണ്ടറി ഈ സർഫസിലേക്ക് ഈ b എന്നുള്ള പോയിന്റ് 0 ആയിക്കല്ലോ. നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. നോ സ്ലിപ്പ് കണ്ടീഷൻസ് എന്താണ് അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. ഈ പോയിന്റ് 0. ഈ y എന്നുള്ള പോയിന്റ് നമ്മൾ ഒരു ജനറൽ വെലോസിറ്റി സ്മോൾ u കൺസിഡർ ചെയ്തു. ഓക്കെ, ഈ y അതിന്റെ ഹൈറ്റ് y എന്നുള്ള പോയിന്റിലേക്ക് വെലോസിറ്റി നമ്മൾ സ്മോൾ u കൺസിഡർ ചെയ്തു. മാക്സിമം വെലോസിറ്റി ഫ്രീ സ്ട്രീം വെലോസിറ്റി നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ യു എന്ന് പറഞ്ഞാണ്. ഓക്കെ, ഫ്രീ സ്ട്രീം വെലോസിറ്റി നമ്മൾ ഈ ഡെറിവേഷൻസ് ഇനി അങ്ങോട്ട് എല്ലാ ഡെറിവേഷൻസും നമ്മൾ ഫ്രീ സ്ട്രീം വെലോസിറ്റി കാണിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ യു എന്നാണ്. ഓക്കെ, thus velocity varies from 0 at b to capital U at c, right? ഈ പോയിന്റിലെത്തുമ്പോൾ 99.99 ടൈംസ് ഓഫ് ഫ്രീ സ്ട്രീം വെലോസിറ്റി, അപ്രോക്സിമേറ്റ്ലി ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ് 99% ആയത്. ഓക്കെ, ബി ടു സിയിലേക്ക് എന്താ വെലോസിറ്റി വാരി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബിയിൽ 0 ആണ്, സിയിലെ മാക്സിമം ഫ്രീ സ്ട്രീം വെലോസിറ്റിയിലേക്ക് എത്തുന്നു. ദെൻ അതിന്റെ ഡിസ്റ്റൻസ് ബി സി എന്നുള്ള ഡിസ്റ്റൻസിൽ അതിന്റെ ഡിസ്റ്റൻസ് വൈയിൽ എന്താ ജനറൽ ഒരു എലമെന്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. എലമെന്റ് സ്ട്രിപ്പിന്റെ തിക്നെസ് dy ആണ്. ഇനി ഈ ബി സി എന്നുള്ള ലെങ്ത് എന്തായിരുന്നു? ഈ ബി സി ലെങ്ത് എന്ന് പറയുന്നത് ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ബൗണ്ടറി ലെയർ തിക്നെസ് ഡെൽറ്റ. ഓക്കെ, ബൗണ്ടറി ലെയർ തിക്നെസ് വാല്യൂ ഡെൽറ്റ. y എന്നത് ഡിസ്റ്റൻസ് ഓഫ് എലമെന്റൽ സ്ട്രിപ്പ് ഫ്രം ദ പ്ലേറ്റ് ആണ്. dy എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് എലമെന്റൽ സ്ട്രിപ്പ് ആണ്. u സ്മോൾ u എന്ന് പറയുന്നത് സ്മോൾ u എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് അറ്റ് എലമെന്റൽ സ്ട്രിപ്പ് ആണ്. ഒരു ജനറൽ വെലോസിറ്റി, ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഏതോ ഒരു പോയിന്റിന്റെ വെലോസിറ്റിയാണ് സ്മോൾ യു എന്ന് പറയുന്നത്. സ്മോൾ ബി ആണത് വിഡ്ത് ഓഫ് പ്ലേറ്റ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ കേസും അങ്ങനെ വരുമ്പോൾ വിഡ്ത് ഓഫ് പ്ലേറ്റിൽ സ്മോൾ ബി ആണെങ്കിൽ അതിന്റെ ഏരിയ ഓഫ് എലമെന്റൽ സ്ട്രിപ്പ്, അതായത് ഇവിടെ എടുക്കുന്ന ഏരിയ, ഈ തിക്നെസ് എന്ന് പറയുന്നത് ഡിവൈയും ഇതിന്റെ ഇൻസൈഡ് നമ്മൾ സ്ക്രീനിന്റെ ഉള്ളിലേക്ക് ഒരു വ്യൂ ആണ്, ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ്. ഇവിടുന്ന് സ്ക്രീനിന്റെ ഉള്ളിലേക്ക് സ്ക്രീനിന് നോർമൽ ആയിട്ട് കാണുന്ന സ്ക്രീനിന് നോർമൽ ആയിട്ട് വിഡ്ത് ഉണ്ടാവും ബി എന്ന് പറഞ്ഞു. അപ്പൊ ഫ്ലോ വരുന്നത് അതിനെ ഫേസ് ചെയ്യേണ്ടായിരിക്കും. സോ എലമെന്റൽ തിക്നെസ്, ആ എലമെന്റൽ തിക്നെസിന്റെ ഏരിയ എന്ന് പറയുന്നത്
b into dy ആയിരിക്കും. ഓക്കെ, സ്മോൾ b into width into thickness of element ആയിരിക്കും. സ്മോൾ b width into thickness of element, that's b into dy. അങ്ങനെയാണെങ്കിൽ mass of fluid flowing per second flowing through that element strip എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ എലമെന്റ് സ്ട്രിപ്പ് എടുത്തു, എലമെന്റ് സ്ട്രിപ്പിലൂടെ മാസ് എത്രയാന്ന് നോക്കണം നമുക്ക്. എപ്പോഴും ബൗണ്ടറി ലെയർ ഉള്ള സമയത്ത് ബൗണ്ടറി ലെയറിന്റെ ഇൻസൈഡ് ആയിട്ട് ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ ആ ഒരു എലമെന്റ് സ്ട്രിപ്പിലൂടെയുള്ള മാസ് ഫ്ലോ റേറ്റ്, എപ്പോഴും മാസ് ഫ്ലോ റേറ്റ് ഇക്വേഷൻ എന്തായിരുന്നു? റോ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, റോ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. അവിടെ ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നതാണ് റോ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് മാസ് ഫ്ലോ റേറ്റ്. സോ റോ ഇവിടെ തന്നിട്ട് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? സ്മോൾ യു ആണ്. സ്മോൾ യു ആണ് വെലോസിറ്റി ഓഫ് ദാറ്റ് എലമെന്റ് സ്ട്രിപ്പ്. ഇനി ഏരിയ എന്ന് പറയുന്നത് ഒരു ബി ഇൻറ്റു ഡി ബൈ ആണ്. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് ഫ്ലോയിങ് ത്രൂ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ത്രൂ ദ എലമെന്റ് സ്ട്രിപ്പ് വരും റോ ഇൻറ്റു യു ഇൻറ്റു ബി ഡി ബൈ. ഇനി സപ്പോസ് ഞാൻ പറയുന്നു ഇവിടെ ബൗണ്ടറി ലെയർ ഇല്ല, ആ ഒരു പ്ലേറ്റ് ആടില്ല, ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാം. ഓക്കെ, ബൗണ്ടറി ലെയർ ഇല്ല, ബൗണ്ടറി ലെയർ ഫോം ചെയ്യില്ല, ആ പ്ലേറ്റ് ആടില്ല, ഞാൻ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്, ഫ്രീ സ്ട്രീം ആയിട്ട് ഫ്ലോ ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഞാൻ സിമിലർ എലമെന്റ് സ്ട്രിപ്പ് അവിടെ വെക്കുന്നു. സെയിം എലമെന്റ് സ്ട്രിപ്പ് ഞാൻ ആ ഒരു പോയിന്റ് ഇപ്പൊ എടുത്ത ആ ഒരു പോയിന്റ് പർട്ടിക്കുലർ പോയിന്റ് ആ എലമെന്റ് സ്ട്രിപ്പ് അവിടെ തന്നെ വെക്കുന്നു. അപ്പോ എലമെന്റ് സ്ട്രിപ്പിനെ കൂടി ഫ്ലോ റേറ്റ് എത്രയായിരിക്കും നോക്കുന്നത്? mass of fluid per second flowing through the element strip would have been എന്താവും? സെയിം റോ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി. പക്ഷെ എന്താ വ്യത്യാസം വരിക? ബൗണ്ടറി ലെയർ ഇല്ലെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്, ഫ്രീ സ്ട്രീം വെലോസിറ്റി ആയിരിക്കും. ക്യാപിറ്റൽ യു തന്നെ ആയിരിക്കും, സ്മോൾ യു വരൂല. എന്താ എലമെന്റ് സ്ട്രിപ്പിന്റെ ഏരിയ എപ്പോഴും സെയിം ആണ്, ബി ഇൻറ്റു ഡി ബൈ ആയിരിക്കും. ആകെ ചേഞ്ച് വരുന്ന എവിടെയായിരിക്കും? വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിന്റെ വേരിയേഷൻ. നമ്മൾ ബൗണ്ടറി ലെയർ ഉണ്ടെങ്കിൽ ഒരു ജനറൽ വെലോസിറ്റി സ്മോൾ യു എടുക്കും, മറിച്ച് ബൗണ്ടറി ലെയർ ഒന്നും ഇല്ലെങ്കിൽ എന്താ എപ്പോഴും ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റി ക്യാപിറ്റൽ യു ആയിരിക്കും. ഓക്കെ, സോ മാസ് ഫ്ലോ റേറ്റ് വിതൗട്ട് ബൗണ്ടറി ലെയർ വിതൗട്ട് പ്ലേറ്റ് എന്ന് പറയുന്നത് റോ ഇൻറ്റു യു ഇൻറ്റു ബി ഡി വൈ ആയിരിക്കും. റൈറ്റ്. സോ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ബൗണ്ടറി ലെയർ ഫോം ചെയ്യുമ്പോൾ ഒരു റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് ഉണ്ടാകുന്നു. ദാറ്റ് മീൻസ് ഈ മാസ് ഫ്ലോ റേറ്റ് സെക്കൻഡ് നമ്മൾ കണ്ടുപിടിച്ച ബൗണ്ടറി ലെയർ ഇല്ലാത്തപ്പോഴുള്ള മാസ് ഫ്ലോ റേറ്റ് എപ്പോഴും ഇതിനേക്കാൾ കൂടുതലായിരിക്കും ബൗണ്ടറി ലെയർ ഉള്ളപ്പോഴുള്ള മാസ് ഫ്ലോ റേറ്റ് കൂടുതലായിരിക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്ത്? ഈ രണ്ട് മാസ് ഫ്ലോ റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് പറയുന്നത്. ബൗണ്ടറി ലെയർ ഇല്ലാത്തപ്പോഴുള്ള മാസ് ഫ്ലോ റേറ്റും ബൗണ്ടറി ലെയർ ഉള്ളപ്പോഴുള്ള മാസ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത് ഉണ്ടാവുന്ന റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാസ് ഫ്ലോ റേറ്റ് available when there is no boundary layer form, when there is no boundary layer, or when the mass flow rate through the element strip when the boundary layer exists. Okay, these difference between these two mass flow rates will be given. Okay, will be give what? The reduction in mass flow rate due to boundary layer formation. ആ റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാനാണല്ലോ നമ്മൾ ബൗണ്ടറി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്സിലേക്ക് എത്തുന്നത്. ഓക്കെ, ആ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത്. പറയുന്നത് ക്ലിയർ ആവുന്നില്ല നിങ്ങൾക്ക്? എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുക കേട്ടോ. എവിടെയെങ്കിലും പ്രശ്നം വരുന്നുണ്ട്, മനസ്സിലാവാത്ത പ്രശ്നം വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, എടോ എന്തേലും റിപ്ലൈ പറയടോ. നമ്മളെന്തോന്നു റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണം. സോ റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദി എലമെന്റ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഇത് തമ്മിൽ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് മാസ് ഫ്ലോ റേറ്റ് തമ്മിലെ ഡിഫറൻസ് ആയിരിക്കും. മാസ് ഫ്ലോ റേറ്റ് പെർ സെക്കൻഡ് ഗിവൺ ബൈ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടറി ലെയർ ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ ആ പ്ലേറ്റ് ഫിക്സ് ചെയ്യാത്തപ്പോഴുള്ള ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് ആണ്. ദാറ്റ് ഈസ് റോ ഇൻറ്റു ക്യാപിറ്റൽ യു ഇൻറ്റു ബി ഡി ബൈ. ഇനി മൈനസ് മാസ് ഫ്ലോ റേറ്റ് when the boundary layer exists, that is rho into small u into b dy. So equation down rho b പുറത്തെടുത്ത rho into b into capital U minus small u into dy വരും. Rho into b into capital U minus small u into dy വരും. Okay, rho into b into capital U minus small u into dy വരും. ഓക്കെ, സോ ടോട്ടൽ റിഡക്ഷൻ കണ്ടുപിടിക്കണം. ഇത് നമ്മൾ കണ്ടുപിടിച്ച എവിടെയാണ്? ഒരു സ്മോൾ എലമെന്റ് സ്ട്രിപ്പിലാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഇനി 0 മുതൽ ഡെൽറ്റ ലെങ്ത് വരെ ഇത്രയും ലെങ്ത്തിലാണ് ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ബൗണ്ടറി ലെയർ തിക്നെസ്സിൽ
ബൗണ്ടറി ലെയറിന്റെ തിക്നെസ്, ടോട്ടൽ ബൗണ്ടറി ലെയർ തിക്നെസ് ഫോം ചെയ്യുന്നതുകൊണ്ട് എത്രത്തോളം മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ എങ്ങനെ ചെയ്യാം? ഒരു എലമെന്റ് സ്ട്രിപ്പ് കണ്ടുപിടിച്ച് ടോട്ടൽ ചെയ്യാൻ എന്ത് ചെയ്യും? ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. 0 to ഡെൽറ്റ റേഞ്ചിൽ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യാം. 0 to ഡെൽറ്റ റേഞ്ചിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. So total reduction in mass flow rate, total reduction in mass of fluid flowing through BC. Okay, total reduction in mass flow rate. If സെക്ഷനിലൂടെ പാസ് ചെയ്യുന്നതിന് എത്രത്തോളം മാസ് ഫ്ലോ റിഡക്ഷൻ ഉണ്ടാകും? ടോട്ടൽ റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് ത്രൂ BC എന്ന് പറയുന്നത് ഈ തന്ന ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 0 to ഡെൽറ്റ റേഞ്ച് വെച്ചിട്ട് ഇന്റഗ്രൽ 0 to ഡെൽറ്റ റോ ഇൻറ്റു ബി ഇൻറ്റു ക്യാപിറ്റൽ യു മൈനസ് സ്മോൾ യു ഇൻറ്റു ഡി വൈ വരും. ഓക്കെ, ദെൻ ഇക്വേഷൻ വിൽ ബിക്കം റോ ബി integral 0 to delta integral 0 to delta capital U minus small u into dy. Rho b integral 0 to delta capital U minus small u into dy വരും. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇത്രയും എമൗണ്ട് ഓഫ് മാസ് ആണ് ഇതിന്റെ റിഡക്ഷൻ ആവുന്നത്. ടോട്ടൽ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ട് ഇത്രയും എമൗണ്ട് ഓഫ് മാസ് ആണ് എന്ത് റെഡ്യൂസ്ഡ് ആവുന്നത്. ഇനി ഈ റെഡ്യൂസ്ഡ് ആവുന്ന എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? കോമ്പൻസേറ്റ് ചെയ്യണം. കോമ്പൻസേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഇമാജിനറി നമ്മൾ പറയുന്നു, നമ്മുടെ സോളിഡ് ബൗണ്ടറി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. എങ്ങനെ? ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. ആ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ് എന്ത്? ഡെൽറ്റ സ്റ്റാർ. ഓക്കെ, ഈ ഡെൽറ്റ സ്റ്റാർ ഡിസ്റ്റൻസ് സോളിഡ് ബൗണ്ടറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഇത്രയും മാസ് ഫ്ലോ റേറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യണം. ഓക്കെ, സോ കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ എത്ര എമൗണ്ട് വേണം നോക്കുക. ഇതിന് ഇക്വേറ്റ് ആയിട്ടുള്ള ഒരു മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, സോ റോ ഇൻറ്റു വെലോസിറ്റി റോ ഇൻറ്റു ഏരിയ ഇൻറ്റു ബി. പക്ഷെ ഇവിടെയും വെലോസിറ്റി എന്താ? വെലോസിറ്റി എന്ന് പറയുന്നത് ആ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഏരിയ, ഡിസ്പ്ലേസ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റിയുടെ ഏരിയ ആയിരിക്കും. ഓക്കെ, ആ ഫ്രീ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്സിന് വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീ സ്ട്രീം വെലോസിറ്റി തന്നെ ആയിരിക്കും. നമ്മൾ ബൗണ്ടറി ലെയർ ഇല്ലാത്ത ഒരു കൺസെപ്റ്റിലേക്ക് തന്നെയാണ് വരുന്നത്. ബൗണ്ടറി ലെയറിനെയാണ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ വരുന്ന ലോസ് ഓഫ് മാസ് ഓഫ് ദി ഫ്ലൂയിഡ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് റോ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി റോ ഇൻറ്റു ക്യാപിറ്റൽ യു ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ബി ഡി വൈ ഒക്കെ എടുത്ത പോലെ ഇവിടെ വരും ബി ഇൻറ്റു, ഇവിടെ ഒരു അപ്രോക്സിമേറ്റ് ഒരു ഫിഗർ കാണിച്ചേക്കാണ്. ഇതാണ് തിക്നെസ് ആക്ച്വലി ചിലപ്പോൾ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഏരിയയിലേക്കാണ് സോളിഡ് ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈ ഏരിയ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ സ്റ്റാർ ആണ്. ഇത് ഇൻറ്റു വിഡ്ത്ത്, ഇത് ഇൻറ്റു വിഡ്ത്ത് ബി. വിഡ്ത്ത് ബി എപ്പോഴും സെയിം ആണ്. ഓക്കെ, അത് ഇൻറ്റു വിഡ്ത്ത് ബി വരുമ്പോൾ എന്താവും? ഇക്വേഷൻ റോ ഇൻറ്റു യു ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു വിഡ്ത്ത് ബി വരും. റോ ക്യാപിറ്റൽ യു റോ ഇൻറ്റു ക്യാപിറ്റൽ യു ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ബി വരും. ഓക്കെ, ഇനി ഈ ലോസും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് ഇത്രയും ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാണല്ലോ ഈ മാസം ഉണ്ടാകുന്നത്. ഇത് രണ്ടും തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസും ഈക്വൽ ആയിരിക്കും. ഇതിനെ നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ റോ ബി ഇൻറ്റു ഇന്റഗ്രൽ റോ ബി ഇൻറ്റു ഇന്റഗ്രൽ 0 to ഡെൽറ്റ ക്യാപിറ്റൽ യു മൈനസ് സ്മോൾ യു ഇൻറ്റു ഡി ബൈ വിൽ ബി ഈക്വൽ ടു റോ ഇൻറ്റു ക്യാപിറ്റൽ യു ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ബി. റോ ഇൻറ്റു ക്യാപിറ്റൽ യു ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ബി വരും. ഓക്കെ, സോ റോയും രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്തു, ബിയും ക്യാൻസൽ ചെയ്തു. ഈ ക്യാപിറ്റൽ യുവിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. ക്യാപിറ്റൽ യുവിനെ എന്ത് ചെയ്തു? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. ഫൈനലി റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് തോന്നുന്നു? ഡെൽറ്റ സ്റ്റാർ മാത്രമായി. നമുക്ക് ഡെൽറ്റ സ്റ്റാറിന്റെ ഇക്വേഷനല്ലേ വേണ്ടത്? ഡെൽറ്റ സ്റ്റാർ മാത്രമായി. ഓക്കെ, then delta star will be equal to 1 by capital U integral 0 to delta capital U minus small u into dy എന്നായി. ഞാൻ എന്ത് ചെയ്തു? ഈ ക്യാപിറ്റൽ യു ഇന്റഗ്രേഷൻ ഉള്ളിലേക്ക് എടുത്തു. ഇന്റഗ്രൽ 0 to delta capital U minus small u into dy divided by capital U. ഒന്ന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് സോൾവ് ചെയ്ത് വന്ന ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to delta into 1 minus small u by capital U into dy. So displacement thickness equation എന്താ വരിക? displacement thickness equation എന്ന് പറയുന്നത് delta star equal to
integral 0 to delta, integral 0 to delta 1 minus small u by capital U into dy. Okay, ഇതാണ് എന്ത് വരിക ഡിസ്പ്ലേസ്മെന്റ് തിക്നെസിന്റെ ഡെറിവേഷൻ. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് ബൈ ഹാർട്ട് ആയിട്ട്. കാരണം അതുമായി റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് വരാറുണ്ട് നിങ്ങൾക്ക്. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അതുപോലെ അത്രയും യൂണിവേഴ്സിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ മൂന്ന് ഡെറിവേഷൻസ്. ഏതൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ് തിക്നെസിന്റെ ഡെറിവേഷൻ, മൊമെന്റം തിക്നെസിന്റെ ഡെറിവേഷൻ, എനർജി തിക്നെസിന്റെ ഡെറിവേഷൻ. ഈ മൂന്ന് ഡെറിവേഷൻസും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. അതിനായിട്ട് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസിന്റെ, മൊമെന്റം തിക്നെസിന്റെ, എനർജി തിക്നെസിന്റെയും ഇക്വേഷൻസ് പഠിച്ചു. ബട്ട് ഒന്ന് പഠിച്ചാൽ തന്നെ ബാക്കി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഏകദേശം ഇതേ ഫോർമാറ്റിലാണ്. ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നതേ ഉള്ളൂ. സോ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to delta into 1 minus small u by capital U into dy ആണ്. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലായോ? ഓക്കെ, പറഞ്ഞവര് കമന്റിൽ ഞാൻ കണ്ടു. ബാക്കി എല്ലാവർക്കും മനസ്സിലായി തന്നെ വിചാരിക്കുന്നു. എല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളായിട്ട് സംസാരിക്കാത്തടത്തോളം കാലം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് അങ്ങോട്ട് ക്ലാസ്സിന് പോവുക. നമുക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ നിങ്ങൾ മനസ്സിലായെന്ന് വെക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ചോദിക്കാം. അല്ലാതെ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ആ ഒരു തരത്തിൽ നിങ്ങൾ ഉണ്ടാതിരിക്കുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, മനസ്സിലായി എന്നുള്ള ധാരണ തന്നെ പോകും. ഇനി നോക്കാനുള്ളത് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് നോക്കി. ഇനി നോക്കാനുള്ളത് മൊമെന്റം തിക്നെസ്. ഓക്കെ, സിമിലർ ആണ്. ഒരെണ്ണം പഠിച്ചാൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണ്. ഓക്കെ, സോ മൊമെന്റം തിക്നെസ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ്. എന്തായിരുന്നു? ദാറ്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഷിഫ്റ്റഡ് ബൈ സോളിഡ് ബൗണ്ടറി ടു കോമ്പൻസേറ്റ്. എന്താടാ ഈ മൂന്നിലെ ഒന്നല്ലേ ജയിക്കുള്ളൂ? ആ ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടാവും. മൂന്നിലെ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ ഉള്ളതില്ല. മൂന്നിലെ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ ആ ചോദിക്കാം. ഓക്കെ, സോ മൊമെന്റം റിഡക്ഷനിൽ ഉണ്ടാകുന്ന ബൗണ്ടറി ലെയർ ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൊമെന്റം റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സോളിഡ് ബൗണ്ടറി വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്താ പറയുന്നത്? മൊമെന്റം തിക്നെസ്. റൈറ്റ്? സോ ആ മൊമെന്റം തിക്നെസിന്റെ ഡെറിവേഷൻ നമ്മൾ നോക്കട്ടെ. So initially momentum of this fluid, the momentum എന്ന് പറയുന്നത് mass into velocity ആണ്. mass into velocity ആണ്. So initially ബൗണ്ടറി ലെയർ ഇല്ല സമയത്ത്, ബൗണ്ടറി ലെയർ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് വരിക. ഇനീഷ്യലി നമ്മൾ നേരത്തെ എന്താ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിച്ചു. ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ ബൗണ്ടറി ലെയർ ഇല്ലാതെയുള്ള മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെയാണോ? ഓക്കെ, മൊമെന്റം ബൗണ്ടറി ലെയർ ഇല്ല സമയത്തുള്ള മൊമെന്റം കണ്ടുപിടിക്കുക. റോ ഇൻറ്റു സ്മോൾ യു ഇൻറ്റു ബി ഇൻറ്റു ഡി ബൈ ഇൻറ്റു സ്മോൾ യു. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇനി മൊമെന്റം ഇൻ ദ ആബ്സെൻസ് ഓഫ് ബൗണ്ടറി ലെയർ ആണെങ്കിലോ? ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഈ മാസ് സെയിം കാണിക്കും. ഓക്കെ, മാസിന് ഡിപ്പെൻഡ് മാറൂല. ഈ സെയിം മാസിന് ഉണ്ടാകുന്ന കൺസിഡറേഷൻ ആണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ. ഓക്കെ, വെലോസിറ്റി പാരാമീറ്റർ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബൗണ്ടറി ലെയർ ഇല്ലാത്തപ്പോൾ ഉള്ള വെലോസിറ്റി പാരാമീറ്റർ, കാരണം സെയിം ക്വാണ്ടിറ്റി ഓഫ് മാസ് ഫ്ലോ നടക്കുമ്പോഴുള്ള മൊമെന്റം തരത്തിലാണ് നമ്മൾ പറയുന്നത്. സെയിം ക്വാണ്ടിറ്റി. ഓക്കെ, സോ റോ ഇൻറ്റു സ്മോൾ യു ഇൻറ്റു ബി ഡി വൈ ഇൻറ്റു സ്മോൾ യു ആണ് ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള മൊമെന്റം. ഇനി അതേ കേസിൽ ബൗണ്ടറി ലെയർ ഇല്ലാത്ത കേസിൽ എന്തായി? വെലോസിറ്റി മാത്രം ചേഞ്ച് ആയി ഫ്രീ സ്ട്രീം വെലോസിറ്റിയിലേക്ക് പോയി. സെയിം മാസ് ഇൻറ്റു റോ ഇൻറ്റു സ്മോൾ യു ഇൻറ്റു ബി ഡി വൈ ഇൻറ്റു ക്യാപിറ്റൽ യു. സോ അങ്ങനെ വരുമ്പോൾ ലോസ് ഓഫ് മൊമെന്റം എന്തായി? ലോസ് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഇത് തമ്മിൽ ഡിഫറൻസ് എടുക്കുക. ഈ ഒരു പോയിന്റ് മാത്രം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ബാക്കിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെയാണ്.
ഡിസ്പ്ലേസ്മെന്റ് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയൊക്കെ എഴുതാൻ പറ്റും. ഡിഫറൻസ് എടുത്ത് എന്ത് വരും? റോ ഇൻറ്റു സ്മോൾ യു ഇൻറ്റു ബി ഡി വൈ ഇൻറ്റു ക്യാപിറ്റൽ യു മൈനസ് റോ ഇൻറ്റു സ്മോൾ യു ഇൻറ്റു ബി ഡി വൈ ഇൻറ്റു സ്മോൾ യു. സോ ഒന്ന് അറേഞ്ച് ചെയ്ത ഇക്വേഷൻ തരും റോ ഇൻറ്റു ബി ഇൻറ്റു സ്മോൾ യു ഇൻറ്റു ക്യാപിറ്റൽ യു മൈനസ് സ്മോൾ യു ഇൻറ്റു ഡി വൈ വരും. ഓക്കെ, ഇത് വേണ്ട നമ്മൾ എന്ത് ചെയ്ത് ലോസ് ഓഫ് മോമെന്റം കണ്ടുപിടിച്ചു. അത് എലമെന്റൽ സ്ട്രിപ്പിലുള്ളതാണ്. ഓക്കെ, എലമെന്റൽ സ്ട്രിപ്പിലുള്ളതാണ് ലോസ് ഓഫ് മോമെന്റം കണ്ടുപിടിച്ചത്. ഇനി എന്ത് വേണം? ടോട്ടൽ ലോസ് ഓഫ് മോമെന്റം പെർ സെക്കൻഡ് എടുക്കണം. ടോട്ടൽ ലോസ് ഓഫ് മോമെന്റം കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്ത് നമ്മള് ടോട്ടൽ ലോസ് ഓഫ് മാസ് എങ്ങനെ കണ്ടുപിടിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. സെയിം മെത്തേഡ് എന്ത് ചെയ്തു? മൊമെന്റം തിക്നെസ് കണ്ടുപിടിക്കുന്നതിൽ അപ്ലൈ ചെയ്തു. ഇന്റഗ്രൽ 0 to delta rho b u rho into b into small u into capital U minus small u into dy. Rho into b into small u into capital U minus small u into dy വന്നു. അതാണെന്ത്? ടോട്ടൽ ലോസ് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ? ഈ ടോട്ടൽ ലോസ് ഓഫ് മൊമെന്റത്തിന് കോമ്പൻസേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? സോളിഡ് ബൗണ്ടറി ബോഡിനെ ഷിഫ്റ്റ് ചെയ്യണം. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുക? മൊമെന്റം തിക്നെസ് എന്ന് പറയുക. യൂസ് ചെയ്യുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത്, ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് തീറ്റയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ലോസ് ഓഫ് മാസ് കണ്ടുപിടിച്ചില്ലേ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ ലോസ് ഓഫ് മൊമെന്റോ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ഇക്വേറ്റ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ മാസ് ഓഫ് ഫ്ലൂയിഡ് ത്രൂ delta theta distance, mass of fluid through theta distance into velocity. So mass of the rho into area into velocity. So mass of fluid through distance theta distance are in the rho into area are in the theta into p ആണ്. നേരത്തെ ഡെൽറ്റ സ്റ്റാർ into p ആയിരുന്നു നമ്മുടെ ഏരിയ പറഞ്ഞത്. ഓക്കെ, ഇവിടെ അത് തീറ്റ into p ആയി. ഓക്കെ, ഡിസ്റ്റൻസ് തീറ്റയാണ്. തീറ്റ ഡിസ്റ്റൻസ് into b into width, അവിടെയാണ് ഏരിയ വരുന്നത്. തീറ്റ into p. വെലോസിറ്റി എന്ന് പറയുന്നത് ഈ കേസിൽ വെലോസിറ്റി ക്യാപിറ്റൽ യു ആണ്. ഓക്കെ, കാരണം ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എടുത്തേരും നമ്മൾ പറഞ്ഞിട്ട് ആ വെലോസിറ്റി ഫ്രീ സ്ട്രീം വെലോസിറ്റി ആയിട്ട് എപ്പോഴും എടുക്കാം. ഇക്വേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസിലൊക്കെ നമ്മൾ എടുക്കുന്നത് എന്താ? ഫ്രീ സ്ട്രീം വെലോസിറ്റി ക്യാപിറ്റൽ യു കണ്ടീഷൻ മാത്രമേ എടുക്കൂ. ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്സിലായാലും ശരി, മൊമെന്റം തിക്നെസ്സിലായാലും ശരി, ഇനി വരാൻ പോകുന്ന എനർജി തിക്നെസ്സിലായാലും ശരി, ഇക്വേറ്റ് ചെയ്യാൻ എടുക്കുന്ന നമ്മൾ മാസിന്റെ അകത്ത് എടുക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ്. അത് ഏത് കേസിലായാലും, മാസ് കണ്ടുപിടിക്കുന്നതിലായാലും ശരി, വെലോസിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നാലും ശരി, എല്ലാത്തിലും. Okay, so equation of rho into theta into b into capital U into capital U. Equation will become rho theta b capital U square. Rho theta b capital U square. പിന്നെ ഇതിനെ എന്ത് ചെയ്തു? ഈ ലോസ് ഓഫ് മൊമെന്റോ നമ്മൾ കണ്ടുപിടിച്ച ടോട്ടൽ ലോസ് ഓഫ് മൊമെന്റോ ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. രണ്ട് ഈക്വൽ ആയിരിക്കുമല്ലോ, കാരണം ഈ ടോട്ടൽ ലോസ് ഓഫ് മൊമെന്റത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത റോ ഇൻറ്റു ബി ടേംസ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്താൽ ഫൈനലി ഇക്വേഷൻ വിൽ ബിക്കം theta into capital U square. Theta into capital U square will be equal to theta into capital U square will be equal to integral 0 to delta small u into capital U minus small u dy. Small u into capital U minus small u into dy only. Small u into capital U minus small u into dy ആണ്. ഇനി എന്ത് ചെയ്തു? നമുക്ക് തീറ്റയിലേ കണ്ടുപിടിക്കണ്ടു. നമുക്ക് ഡിസ്പ്ലേ മൊമെന്റം തിക്നെസ് മാത്രം കണ്ടുപിടിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? യു സ്ക്വയറിന് എടുത്ത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് തന്നെ കൊണ്ടുവന്നു. സോ തീറ്റ ഈസ് ഈക്വൽ ടു 1 by u square. Theta is equal to 1 by u square integral 0 to delta small u into capital U minus small u into dy എന്ന് വന്നു. u square എന്ത് ചെയ്തു? ഉള്ളിലേക്ക് എടുത്തു. ഇന്റഗ്രേഷന്റെ ഉള്ളിലേക്ക് എടുത്താൽ ഇക്വേഷൻ വിൽ ബിക്കം integral 0 to delta small u into capital U minus small u into dy divided by capital U square. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എന്തായി? ഒരു യുവിന് ഒരു ഡിനോമിനേറ്ററിൽ ഒരു യുവിനെ ഈ സ്മോൾ യുവിന്റെ കൂടെയും കൊടുത്തു, ഒരു യുവിനെ ഉള്ളിലേക്ക് ഇതിന്റെ കൂടെയും കൊടുത്തു. അതിനൊന്നിട്ട് അറേഞ്ച് ചെയ്ത് എന്തേലും ഫൈനലി മൊമെന്റം തിക്നെസ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഫൈനൽ പ്രോബ്ലം, ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയുള്ള ഫൈനൽ മൊമെന്റം തിക്നെസ് ഇക്വേഷൻ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to delta u by small u by capital U into 1 minus small u by capital U into dy. Okay, എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഇക്വേഷൻ? ജസ്റ്റ് ഈ സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു അങ്ങ് എടുത്ത് കളഞ്ഞാൽ, ഈ സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു അങ്ങ് എടുത്ത് കളഞ്ഞാൽ. ഓക്കെ, എല്ലാം റിലേറ്റഡ് ആണ്. ഒരു ഇക്വേഷൻ പഠിച്ചാൽ തന്നെ ഒന്ന് ഓർത്ത് വെക്കാം, സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാവുന്നതാണ്. എന്താ മൊമെന്റം തിക്നെസിന്റെ അന്ന് ഈ പുറത്ത് വരുന്ന സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു അങ്ങ് എടുത്ത് കളഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ആയി. Displacement thickness equal to integral 0 to delta 1 minus small u by capital U into dy.
മൊമെന്റം തിക്നെസ് ആണെങ്കിൽ എന്തോ ജസ്റ്റ് അതിന്റെ ഇക്വേഷനോട് സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു ആഡ് ചെയ്ത തീറ്റ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to delta small u divided by capital U into 1 minus small u by capital U into dy വരും. ഓക്കെ ആണോ? ഇതാണ് മൊമെന്റം തിക്നെസ്. ക്ലിയർ ആണോ ആ ടോപ്പിക്? പറഞ്ഞു ചെയ്ത ഡെറിവേഷൻസ് മോസ്റ്റ്ലി ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാറ്. മൊമെന്റം തിക്നെസ്സും ആവാം, ഇനി വരാൻ പോകുന്ന എനർജി തിക്നെസ്സും ആവാം. ഈ പറഞ്ഞ മൊമെന്റം തിക്നെസിന്റെ ഡെറിവേഷൻ ഓക്കെ ആയിനോ? ആകാശ്, ആകാശിന്റെ ക്ലാസ്സിൽ മനസ്സിലായി? ആകാശ് ക്ലിയർ ആണ്? എടാ നിങ്ങൾ ചോദിക്കാൻ ഒരിക്കലും പേടിക്കണ്ടേ. ചോദിച്ചു പോയി മനസ്സിലായില്ല എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ഞാനൊന്ന് നിങ്ങളോട് പറയാൻ ഓരോന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നേ ഉള്ളൂ. വേറൊന്നും ചെയ്യില്ല. അതുപോലെ ഇനി ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുടെ കൂട്ടർന്ന് വിചാരിക്കുക എന്ന് വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടിയാ നിങ്ങൾ പഠിക്കുന്ന ഒരു ധാരണ മാത്രം മനസ്സിലേക്ക് വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റൂ. സോ പേഴ്സണലി അവനവന്റെ കാര്യം മാത്രം നോക്കുക. അല്ല ഞാൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യായിരിക്കും, ബാക്കിയുള്ളവർക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു ധാരണയിൽ വെക്കണ്ട. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നോക്കി മനസ്സിലായിക്കോളാം, ആ ഒരു ധാരണയിൽ നിൽക്കണ്ട നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് എന്താണോ അത് ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അതിന്റെ മുകളിലൊരു ഷൈനസോ അതിന്റെ മുകളിലൊരു വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ ഉണ്ടെങ്കിൽ അത് പറയൊന്നും വേണ്ട. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയെ വെക്കണ്ട. കൂളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ആകാശനോടായിട്ട് പറഞ്ഞതല്ല, എല്ലാരോടും കൂടി പറഞ്ഞതാണ്. നിങ്ങളുടെ ക്ലാസ് ആണിത്. നിങ്ങൾക്ക് ഈസി ആയിട്ടും ഫ്രീ ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എല്ലാം നിങ്ങളെ അറിയുന്നവരാണ്, നിങ്ങൾ പരസ്പരം എല്ലാവരും അറിയുന്നവരാണ്. ഒരു പ്രോബ്ലം നിങ്ങൾക്ക് അതിനകത്ത് വരില്ല. ഞാനായാൽ പോലും ഒന്നും തിരിച്ചൊന്നും പറയാനില്ല. നിങ്ങളോട് ഡൗട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എനിക്ക് അറിയാവുന്നതാണ്, ക്ലിയർ ചെയ്ത് തരും, അല്ലെങ്കിൽ പിന്നീട് ക്ലിയർ ചെയ്ത് തരും. സാർ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാ സാർ? ഇന്നത്തെ ക്ലാസ് ചെയ്യാനോ? ആ ഇല്ല, എന്തേലും ഫുഡ് കഴിക്കാൻ പോയെ ഡെസ്ക്. ക്ലാസ് കഴിയേണ്ട സമയമായി അമിത്. അല്ല സാർ പിന്നെ വേറെന്തോ കഥ പറയുന്നോണ്ട് ചോദിച്ചാ. കഥ പറഞ്ഞത് നിങ്ങള് ഒരു റിപ്ലൈയോ റെസ്പോൺസോ ഒന്നും പറയാത്തത് കൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ കഥ പറയാൻ ആഗ്രഹിച്ച് പറഞ്ഞല്ല. അതാ ഞാൻ ചോദിച്ചേ, ക്ലാസ് എടുക്കാണ്ട് സാർ പറയുന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് പോവാലോ. കഴിഞ്ഞിട്ടില്ല. എനിക്ക് പോവാനാകുമ്പോ സമയം 1:30 ക്ലാസ് ചെയ്യുമ്പോ അറ്റൻഡൻസ് എടുത്തിട്ട് പോവാം. യെസ് സാർ. എനിക്ക് പറയുന്നതിന് കഥയായിട്ടാ തോന്നി, എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, മൊമെന്റം തിക്നെസ് കഴിഞ്ഞ് നോക്കുക നിങ്ങള്. എക്സ്പ്രഷൻ ഫോർ എനർജി തിക്നെസ്. ഓക്കെ, സോ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തു? ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് കണ്ടുപിടിച്ചു, മൊമെന്റം തിക്നെസ് കണ്ടുപിടിച്ചു. ഇനി എനർജി തിക്നെസ്. എനർജി തിക്നെസ് എന്തായിരുന്നു പറഞ്ഞത്? ബൗണ്ടറി ലെയർ ഫോർമേഷൻ കൊണ്ടുണ്ടാകുന്ന കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സോളിഡ് ബൗണ്ടറിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അതാണ് നമ്മൾ പറഞ്ഞത് എനർജി തിക്നെസ് ആയിട്ട് പറഞ്ഞത്. സോ ഇനീഷ്യലി എന്താ ബാക്കി രണ്ട് കേസിൽ ചെയ്തതുപോലെ ആദ്യം ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ കണ്ടുപിടിക്കുക. എന്താണ് ഇവിടെ നേരത്തെ മൊമെന്റം ആണെങ്കിൽ ഇവിടെ കൈനറ്റിക് എനർജി ആണ്. സോ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് when boundary layer existing, equation will be equal to half mv square kinetic energy equation. So half into rho u into v dy into small u square വരും. kinetic energy boundary layer ഇല്ലാത്തൊരു കേസ് ആണെങ്കിലും എക്സിസ്റ്റ് ചെയ്യാത്ത കണ്ടീഷൻ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു സെയിം മൊമെന്റം പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ഒരു മൊമെന്റം ഫാക്ടർ മാസ് ഫാക്ടർ പറയുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ മാസ് ഫാക്ടർ കോമൺ ആയിട്ട് എടുക്കണം. ഓക്കെ, രണ്ട് പാർട്ടീഷൻ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള മാസ് ഫാക്ടർ കോമൺ ആയിട്ട് തന്നെ എടുക്കണം. റോ ഇൻറ്റു സ്മോൾ യു ഇൻറ്റു ബി ഡി വൈ ആണ്. വെലോസിറ്റിയിൽ മാത്രമേ വേരിയേഷൻ നോക്കണ്ടു. ഓക്കെ,
വെലോസിറ്റിയിൽ മാത്രമേ വേരിയേഷൻ നോക്കുള്ളൂ. ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു സ്മോൾ യു ഇൻറ്റു ബി ഡി വൈ ക്യാപിറ്റൽ യു സ്ക്വയർ. ഹാഫ് ഇൻറ്റു rho into small u into v d by capital U square. Okay, the kinetic energy of this fluid when boundary existing condition എന്താണ് elemental stripന്റെ കേസിലാണ് പറയുന്നത്. half into rho u into rho into small u into v d by into small u square. ഇനി boundary exist ചെയ്യാത്ത കണ്ടീഷന്റെ absence of boundary layer ആണെങ്കിൽ half into rho into small u into small b into dy capital U square. ഇനി loss of kinetic energy through elemental strip എന്ന് പറയുന്നത് ഇത് തമ്മിൽ ഡിഫറൻസ് എടുക്കുക. half into rho small u v d by capital U square, the second equation, minus half into rho small u v d by into small u square, first equation. ഇത് തമ്മിലെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ലോസ് ഓഫ് കൈനറ്റിക് എനർജി ത്രൂ എലമെന്റൽ സ്ട്രിപ്പ് കിട്ടും. സോ ഇക്വേഷൻ വിൽ ബിക്കം ഹാഫ് റോ സ്മോൾ യു ഇൻറ്റു ബി ഇൻറ്റു ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാണ്. റോ യു ഇൻറ്റു സ്മോൾ റോ ഇൻറ്റു സ്മോൾ യു ഇൻറ്റു ബി കോമൺ ആണ്. Remaining terms arrange the equation will become half rho small u into b into capital U square into capital U square minus small u square into dy. Okay, half into rho into small u into b into capital U square minus small u square into dy. So total എങ്ങനെയാണ് പഠിക്കാം? ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ 0 to delta half rho ub into capital U square minus small u square into dy. So ഈ half into rho b എന്തായി? half into rho b നമ്മൾ അത് പുറത്തെടുത്തു, ഇന്റഗ്രേഷനെ പുറത്തേക്ക് എടുത്തു. സ്മോൾ യു എന്താ പുറത്തെടുക്കാതെ? സ്മോൾ യു വേരിയബിൾ ക്വാണ്ടിറ്റി ആണ് അല്ലെ, ഒരു ജനറൽ ക്വാണ്ടിറ്റി ആണ് പുറത്തെടുക്കാത്തത്. സോ ഹാഫ് ഇൻറ്റു റോ ബി ഇൻറ്റു ഇന്റഗ്രൽ 0 to delta small u into capital U square minus small u square into dy. Any display energy thickness corresponding ആയിട്ടുള്ള loss of kinetic energy കണ്ടുപിടിച്ച് എന്ത് വരും? ഹാഫ് ഇൻറ്റു എം ബി സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു ഏരിയ ആൻഡ് വെലോസിറ്റി. ഏരിയ എന്ത് വരും? ബി ഇൻറ്റു ഡെൽറ്റ ഡബിൾ സ്റ്റാർ വരും. നേരത്തെ നമ്മൾ ബി ഇൻറ്റു തീറ്റ ആയിരുന്നു മൊമെന്റം തിക്നെസ് ഏരിയ എടുത്തത്. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് തോന്നുന്നു? ബി ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ആയിരുന്നു. ഓക്കെ, ബി ഇൻറ്റു സ്മോൾ ബി ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ആയിരുന്നു ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് കണ്ടുപിടിക്കുമ്പോൾ ഏരിയ. സ്മോൾ ബി ഇൻറ്റു തീറ്റയാണ് മൊമെന്റം തിക്നെസ് കണ്ടുപിടിക്കുമ്പോൾ ഏരിയ. ബി ഇൻറ്റു ഡെൽറ്റ ഡബിൾ സ്റ്റാർ ആണ് എനർജി തിക്നെസ് കണ്ടുപിടിക്കുമ്പോൾ ഏരിയ. സെയിം വെലോസിറ്റി ഞാൻ പറഞ്ഞു, ഈ ഇക്വേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസിലൊക്കെ വെലോസിറ്റി എന്താ? ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഫ്രീ സ്ട്രീം വെലോസിറ്റി മാത്രമേ എടുക്കാവൂ. ഓക്കെ, ഇക്വേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസിലൊക്കെ അതായത് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ആയിട്ട് മൊമെന്റം തിക്നെസ് ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ്, ഇതിലൊക്കെ എന്താ എടുക്കാവൂ? ക്യാപിറ്റൽ യു ഫ്രീ സ്ട്രീം വെലോസിറ്റി മാത്രമേ എടുക്കാവൂ. ഓക്കെ, ദെൻ ഇക്വേഷൻ വിൽ ബിക്കം ഹാഫ് ഇൻറ്റു റോ ബി ഇൻറ്റു ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഇൻറ്റു യു ക്യൂബ് വന്നു. യു ക്യൂബ് വന്നു. ഇനി നേരത്തെ പ്രീവിയസ് ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത ഇക്വേഷൻ എന്തായി? ഹാഫ് ഇൻറ്റു rho small b delta double star capital U cube is equal to half into rho b into integral 0 to delta small u into capital U square minus small u square into dy. ഇക്വേഷനിൽ ഈക്വൽ ആയിട്ട് ടേംസ് ഒക്കെ രണ്ട് സൈഡിൽ ക്യാൻസൽ ചെയ്താൽ ഹാഫും റോ ബിയും ക്യാൻസൽ ചെയ്ത് ഹാഫ് റോ ബി ക്യാൻസൽ ചെയ്താൽ സോ ഫൈനലി യു ക്യൂബിനെ എടുത്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ദെൻ ഫൈനലി ഡെൽറ്റ ഡബിൾ സ്റ്റാർ എനർജി തിക്നെസ് ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിൽ കിട്ടി. യു ക്യൂബിനെ ഉള്ളിലേക്ക് കൊടുത്താൽ എന്ത് വരും? ഫൈനലായിട്ട് ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിച്ചുകൊണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to delta small u by capital U into 1 minus small u square by capital U square into dy ആണ്. ഇനി മൂന്ന് ഇക്വേഷൻ കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് എഴുതി നോക്കും നിങ്ങളൊന്ന്. വരുന്നത് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഇക്വേഷൻ എന്തായിരുന്നു? ഇന്റഗ്രൽ 0 to ഡെൽറ്റ, ഇത് ഈ ടേം ഇല്ല, 1 മൈനസ് സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു ഇൻറ്റു dy ആണ്. മൊമെന്റം തിക്നെസ് ആണെങ്കിലോ ഇന്റഗ്രൽ 0 to ഡെൽറ്റ സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു 1 മൈനസ് ഇത് സ്ക്വയർ ടേം ഇല്ല, സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു dy ആണ്. എനർജി തിക്നെസ് വരുമ്പോൾ എന്താ? ഈ ഉള്ളിലേക്ക് ടേമിൽ സ്ക്വയർ ടേം എടുക്കുന്നു. ഇതെല്ലാം കണക്റ്റഡ് ആണ്, എല്ലാം കണക്റ്റഡ് ആണ്. ഒരു ഇക്വേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി മൂന്നും കിട്ടും, ബാക്കി രണ്ടും കിട്ടും. ആ തരത്തിലൊന്നും പഠിച്ചു വെക്കാൻ നോക്കുക. ഓക്കെ,
പറഞ്ഞത് ക്ലിയർ അല്ലേ? അത് ഇത്രയാണ് Yes, sir. എനർജി തിക്നെസ്. സോ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ് ആൻഡ് എനർജി തിക്നെസ്. പറഞ്ഞ പോർഷൻസ് ഒക്കെ ഓക്കെ അല്ലേ? ഇന്ന് അടുത്ത പോർഷൻസ് അവസാനത്തെ ഇക്വേഷൻ ഒന്ന് കാണിച്ചു. delta double star is equal to integral 0 to delta small u by capital U into 1 minus small u square by capital U square into dy. ഓക്കെ, മൊമെന്റം തിക്നെസിലൂടെ ഇതിനുള്ളിൽ ഒരു സ്ക്വയർ ടേം വരുന്നതേ ഉള്ളൂ. ഒരു യു ബൈ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത മൊമെന്റം തിക്നെസിലൂടെ യു ബൈ സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു മൾട്ടിപ്ലൈ ചെയ്ത എന്ത് കിട്ടും? നമുക്ക് എനർജി തിക്നെസ് കിട്ടും. ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ നിങ്ങൾ. ഓക്കെ, അഡ്രൻസ് പറഞ്ഞ് ആകാശ്, അഖിൽ, അമിത്, Present, sir. അനിൽ, കാർത്തിക്, Present, sir. ലാദിൻ, ഷഹസാദ്, മുക്താസിം, അസഫ്, ഓക്കെ ഓക്കെ, ഫർദീൻ, ഫത്തേ, Present, sir. സമ, Present, sir. ജിയാൻ, Present, sir. നിഷാദ്, Present, sir. വിവേക്, Present, sir. പ്രത്യുഷ്, Present, sir. രാഹുൽ, Present, sir. Present. തരുൺ, Present, sir. സൗരവ്, Present, sir. സൗരവ്, Present, sir. ശ്രീരാഗ്, Present, sir. വിഷ്ണു എ പി, Present, sir. വിഷ്ണു എൻ, Present, sir. ധർമ്മേഷ്, ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. Thank you, sir. Thank you, sir.